എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈനിലെ മുഹറഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഈ മുഹറഖ്. ഇവിടെയും സിഗ്നൽ ഓപ്പൺ ആണ്, പെട്ടെന്ന് പോകാം. പിന്നെ പണ്ട് മുതലേ ഉള്ള ഏരിയ ആണ്. ഇപ്പം കാണുന്ന ഒരു മ്യൂസിയം ആണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മുഹറഖിലെ പോലീസ് സ്റ്റേഷൻ, ദ ആർട്ട് സ്റ്റേഷൻ. സോഫിയ ബുക്ക് സ്റ്റോർ, ഇതിവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് സ്റ്റോറാണ്. ഒരുപാട് ബുക്സ് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി നീളത്തിലുള്ള ചേമ്പൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്, നീളത്തിലുള്ള ചേമ്പ്. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾക്കുള്ള ഈ സൂക്ക് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പുരാതന കാലം മുതലേ ഉള്ള ഒരു സൂക്കാണിത്. വളരെ പുരാതനമായ കാലം മുതലുള്ള സൂക്കായതുകൊണ്ട് ഇവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് കൂടുതലിവിടെ സെയിൽ. അതായത് ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വീറ്റ്സ് ആയിട്ട് ഷുവൈത്തർ, ഹലുവ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ സെയിൽ, കച്ചവടം ചെയ്യുന്നത്. വസ്ത്രങ്ങളായാലും മറ്റ് ദ ആർട്ട് സ്റ്റേഷൻ. ഇവിടെ എല്ലാം മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് ഇവിടെ വർക്കുകൾ നടക്കുകയായിരുന്നു. സൂക്കൽ മുഹറഖ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ പണിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം അവിടെ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതാ വീണ്ടും ജമാൽ ഷുവൈത്തർ സ്വീറ്റ്സ്. ഏരിയയിലെല്ലാം നല്ല റഷുള്ള ഏരിയ ആണ്, നല്ല തിരക്കുള്ള ഏരിയ ആണ്. ഇവിടെ അജ്മൽ പെർഫ്യൂം. ഇത് നമ്മൾ ആ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. സൂക്കൽ ചെറിയ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള അവർക്കുള്ള ഡ്രസ്സൊക്കെയാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത്. പിന്നെ പെർഫ്യൂം, പല രീതിയിലുള്ള പെർഫ്യൂമുകൾ ഇതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മാർക്കറ്റാണിത്. എന്നാൽ അതൊരു പഴയ തനിമ നിലനിർത്തിയിട്ട് തന്നെ അവർ പണിഞ്ഞിട്ട് സെറ്റാക്കി എടുത്തേക്കുന്ന ഒരു മാർക്കറ്റാണിത്. അവരുടെ എല്ലാ ബിൽഡിങ്ങും നല്ല കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങൊക്കെയാണിത്. ഇത് സൂക്കിനകത്തുള്ള ഒരു ബുക്ക് സ്റ്റോളാണ്. ഒരു ലൈബ്രറി എന്ന് തന്നെ പറയാം. ലൈബ്രറി അത് തന്നെയാണ്. ഒരുപാട് ബുക്സ് കളക്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. ഇവിടുത്തെ ഫേമസ് ഒരു ലൈബ്രറിയാണിത്. ഒരുപാട് ബുക്സ് കളക്ഷൻസ് ഉണ്ട്. ഈ ഷോപ്പിൻ്റെ മുകളിലാണ് ഒരു കാഫേ, കോഫി ഷോപ്പ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ട്രഡീഷണലായിട്ട് ചെയ്തു വയ്ക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഇവിടെയും കുറേ ബുക്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോഫി. ഇവിടുന്ന് മുകളിലോട്ട് വീണ്ടും
ഒരു സ്റ്റെയർ ഉണ്ട്. അത് അവിടെ കൂടെ നമുക്ക് നോക്കാം ഇവിടെ എന്തോ ഉള്ളതെന്നുള്ളത്. ഓ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ല ചൂട്. ഇവിടെ AC ഒന്നുമില്ല. ഇവിടെ കുറെ ബുക്സുകളുണ്ട്. ഇവിടെ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാം. ഒരുപാട് ബുക്സുകൾ. നമ്മുടെ മഹാത്മാഗാന്ധി, ഒരുപാട് ബുക്സുകളുണ്ട്. അവരുടേതായിട്ടുള്ള അറബിക് ലിപിയിലാണ് ഇവർ എല്ലാം എഴുത്തെല്ലാം വരുന്നത്. ജസ്റ്റ് നമുക്ക് അവിടുന്ന് ഒരു ബുക്സ് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും. ഇല്ല, ഇത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. അത് പാക്ക് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് ബുക്സ് ഉണ്ട്. നമുക്ക് പുറത്ത് പോകാം. പുറത്തിറങ്ങിയിട്ട് താഴോട്ട് പോകാം. ഓക്കെ ബ്രോ. പിന്നെ പുറത്തിറങ്ങാം. ഇത് നമ്മൾ സൂക്കിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇത് സോഫിയ ബുക്ക് സ്റ്റാൾ, സോഫിയ ബുക്ക് സ്റ്റോർ. ഇതിവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് സ്റ്റോറാണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ജുവലറി ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഷോപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പണ്ട് മുതലുള്ള ഷോപ്പുകളൊക്കെയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ക്ലോസിംഗ് ആണ്. ഇവിടെയൊക്കെ മുന്നേ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പുറത്തൊന്നും ഇറക്കി കച്ചവടം ചെയ്യാൻ പറ്റത്തില്ലല്ലേ ഇപ്പം. അതുകൊണ്ട് ഇവിടെ ആരും ഇല്ല, ആളും കുറവാണ്. ഇനി നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയതിന് ശേഷം അവിടെ കുറേ ഷോപ്പുകളുണ്ട്. ബംഗാളി മാർക്കറ്റ് പോലത്തെ അങ്ങനെയുള്ള കുറേ ഷോപ്പുകളുണ്ട്. അതും കൂടെ കാണാൻ പറ്റും. ഇതിനകത്തോട്ട് പോവാ. ബാ. മനാമ മാർക്കറ്റ് പോലെ തന്നെ വേറൊരു മാർക്കറ്റാണിത്. ഇവിടെ കൂടുതലും ബംഗ്ലാദേശികളാണ്. എൻ്റെ പൊന്നു, ഇവരെ കൊണ്ട് ഇവിടെ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലേ. ഭയങ്കര തിരക്കല്ലേ. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ബംഗ്ലാദേശാണോ ഇവിടെ? ചേമ്പൊക്കെ ഉണ്ട്, നീളത്തിലുള്ള ചേമ്പൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. നീളത്തിലുള്ള ചേമ്പ്. ഇവിടെ പണ്ട് മുതലേ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. ഇത് ഇത്രയും തിരക്കുണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ ഇവിടെ. ഇതിലേക്കൂടെ പോവാം. ഇത് ഭയങ്കര തിരക്കാന്നല്ലോ. ഇതിപ്പോ ആര് വന്നു കഴിഞ്ഞാലും മറ്റേ ഇവർക്കുള്ള സ്ഥലം എന്നേ പറയത്തുള്ളൂ കേട്ടോ. ഇപ്പൊ മനാമായി ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇത് ബംഗ്ലാദേശിലെത്തി നമ്മള്.
ഏതാ? ആ, ഇവിടെ ഫുള്ള് ബംഗ്ലാദേശികളാണ്. എൻ്റെ പൊന്നോ, കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞില്ലേ? തിരക്കെല്ലാം കഴിഞ്ഞ് ഇത് കറങ്ങി നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇവിടെയും കുറേ ഷോപ്പുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക, ടൈപ്പിംഗ് സെൻ്റർ ഒക്കെ ഉണ്ട്, ഡോക്യുമെന്റ് ക്ലിയറിംഗ് സെൻ്റർ ഒക്കെ ഉണ്ട്, സ്പെയർ പാർട്സ് ഷോപ്പ്, ഇലക്ട്രിക്കലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. കറങ്ങുന്ന കോഴി. എന്താ കാറ്റ്, നല്ല രസമുണ്ടല്ലേ? ഇവിടെ അല്ലേ ഹോസ്പിറ്റലില്? ഇപ്പൊ നമ്മൾ നടന്ന് അൽ ഹിലാൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ഹോസ്പിറ്റല്? ഇതാണ് ഹോസ്പിറ്റല്. ഇവിടുന്ന് നേരെ പോകുന്നത് എവിടെ? എയർപോർട്ടില്ല, ലുലു കൊണ്ട് അപ്പുറത്താണത്. ഇതാണ് ഹിലാൽ ഹോസ്പിറ്റല്, മുഹറക്കിലെ ഹിലാൽ ഹോസ്പിറ്റലാണത്. അങ്ങനെ വീണ്ടും നമ്മളൊരു ഗല്ലിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് അവിടുത്തെ കാഴ്ചയാണ്. ഇത് അൽ ഹിലാൽ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡായിട്ട് വരും. തട്ടിയടിച്ച് വീഴല്ലേ, ഇവിടെ ചെയ്യുന്നുണ്ട്. വീണേന്. അങ്ങനെ നമ്മൾ നടന്ന് ഹിലാൽ ഹോസ്റ്റലിന്റെ ബാക്ക് സൈഡിലാണത്. നല്ല മണം. ഇവിടെ എന്തോ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങുള്ള ഐറ്റംസ് അങ്ങനെയുള്ള കച്ചവടം ചെയ്യുന്നത്. പഴയ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന മാർക്കറ്റാണെന്ന് തോന്നുന്നു. ചെറിയ ഇടുങ്ങിയ റോഡുകളിലൂടെ പോകുന്നത്, വണ്ടി പോകുന്നത്. മാർക്കറ്റും അങ്ങനെയുള്ള സ്ഥലത്താണത്. നമ്മൾ വീണ്ടും അങ്ങനെ സൂക്കിന്റെ അടുത്തൂടെ നടക്കുവാണ്. ഒരാളെ കോഴിയും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ തോന്നും എന്താ ഫുള്ള് ബംഗ്ലാദേശിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ആദ്യമേ വന്ന കസരിയ സൂക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല.